പ്രിയമുള്ളവരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. പാർട്ടി ബന്ധം ഉപേക്ഷിച്ച ജി സുധാകരന്റെ വീടിന് മുന്നിൽ വീണ്ടും പ്രതിഷേധമാണ്. കുലംകുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കുമെന്നാണ് ഭഗവതിക്കൽ സഖാക്കളുടെ പേരിൽ സ്ഥാപിച്ച ബാനറിൽ ഉള്ളത്. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുധാകരനെതിരെ പ്രതിരോധം ശക്തമാക്കുകയാണ് CPIM. ഇന്ന് മുഴുവൻ ലോക്കൽ കമ്മിറ്റിയും ജനറൽ ബോഡിയും വിളിച്ചു ചേർക്കും. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് ആദിൽ. ഇന്നലെ വളരെ പത്രസമ്മേളനം വരെ കാര്യമായ പ്രതികരണമൊന്നും CPM നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ പത്രസമ്മേളനം കഴിഞ്ഞ് ഏരിയ കമ്മിറ്റിക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കണ്ടത്. ചാരുമൂട് വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു ഭുവനേശ്വരിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ. ഇപ്പോൾ വീടിന് തൊട്ടു മുന്നിൽ തന്നെ പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിച്ചുകൊണ്ട് എന്ത് സന്ദേശമാണ് നൽകുന്നത് CPM പ്രവർത്തകർ? ജി സുധാകരനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെ തീരുമാനിക്കുന്നു CPM എന്നാണോ മനസ്സിലാക്കുന്നത്? അതിൽ ഗുഡ് മോർണിംഗ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ. ആലപ്പുഴ പുന്നപ്രയിലെ നവനീതം എന്ന വീടാണ്, ജി സുധാകരന്റെ വീടാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ ഒരു അഭയമായിരുന്ന എന്ത് ആവശ്യങ്ങളും പറയാൻ സാധിച്ചിരുന്ന ഒരു വീട് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കെതിരെ എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കാഴ്ച. ഈ വീടിന്റെ സമീപത്തെ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം എന്നുള്ളതാണ്. സ്വാഭാവികമായും ജി സുധാകരൻ 4 തവണ MLA ആയിരുന്നു, 2 തവണ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ജനസ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയും ആ സ്വാധീനം പാർട്ടിയുടെ മിഷനറി ഉപയോഗിച്ച് മറികടക്കുക എന്നതാണ് ലക്ഷ്യം. രക്തസാക്ഷികൾ സിന്ദാബാദ്, വർഗവഞ്ചകന് മാപ്പില്ല വോട്ടില്ല എന്ന CPMന്റെ നമുക്ക് പോസ്റ്ററുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതല്ല, ഇന്ന് രാവിലെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാനറാണ് എന്നുള്ളതാണ്. കുലം കുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്ന് ബാനറിലുണ്ട്. അതിലേക്ക് സൂം ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. കുലം കുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്നാണ് ബാനറിൽ കാണുന്നത്. ഭഗവതിക്കൽ സഖാക്കളുടെ പേരിലാണ് നമ്മൾ ഈ ബാനർ കാണുകയും ചെയ്യുന്നത്. ഏതായാലും ഈ രൂപത്തിൽ തന്നെയാണ്. ഇതൊരു പാർട്ടി കോട്ടയാണ് ഈ പുന്നപ്രയിലെ ഈ ഭാഗം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധ സാധ്യത സംശയിച്ചിരുന്നു പോലീസും എന്നുള്ളതാണ്. പ്രതിഷേധം വലിയ രൂപത്തിൽ വേണ്ടതില്ല, പ്രകോപനം വേണ്ട എന്നൊക്കെയായിരുന്നു നിർദ്ദേശമെങ്കിലും ചില ഘട്ടങ്ങളിൽ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു കാവൽ ഈ വീട്ടിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ കാണുന്നത്. അവർ ഇന്നലെ രാത്രി മുഴുവൻ പോലീസ് കാവൽ ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ പ്രതിഷേധം വേണ്ട എന്ന നിർദ്ദേശമുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ്, വീട്ടിന് മുന്നിലേക്ക് ആരെങ്കിലും വരുമോ എന്നത് കണക്കിലെടുത്താണ് പോലീസിന്റെ കാവലുള്ളത്. അരുൺ പറഞ്ഞതുപോലെ ഇന്നലെ ചാരുമൂട് ജി ഭുവനേശ്വർ രക്തസാക്ഷിയായിരുന്ന CPMന്റെ രക്തസാക്ഷിയായിരുന്ന SFIയുടെ നേതാവായിരുന്ന ഭുവനേശ്വറിന്റെ സ്മൃതി കുടീരത്തിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് കണ്ടത്. അത് സുധാകരനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതുപോലെ തുടർന്നുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടാകുമോ എന്ന സംശയമുണ്ട്. ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്നത് ഈ പാർട്ടി മിഷനറി ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ മറികടക്കുക എന്നുള്ളതാണ്. അത് പാർട്ടി പ്രവർത്തകരിലേക്ക് ജി സുധാകരൻ പോയാലും ഒരു പ്രവർത്തകൻ പോലും കൊഴിഞ്ഞു പോകരുത് എന്ന കൃത്യമായ ജാഗ്രത പാർട്ടിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കും. ഇന്നലെ തന്നെ 15 അടിയന്തര ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചേർന്നിരുന്നു. ഇന്നും ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചേരും, കീഴ്ഘടകങ്ങളുടെ യോഗം ചേരും. കമ്മിറ്റികളിൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം പാർട്ടി നേതാക്കൾ തന്നെ നേരിട്ടെത്തി നൽകും. നാളെ 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു വിശാലമായൊരു പ്രകടനം പുന്നപ്രയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. VSന്റെ വീട്ടിൽ നിന്നാണ് അത് തുടങ്ങുക. മുതിർന്ന നേതാക്കളെത്തും, സംസ്ഥാന നേതാക്കൾ തന്നെ എത്തി ഒരു മാർച്ച് നടത്തുന്നു. പിന്നീട് ഒരു വിശദീകരണ യോഗം. അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ജി സുധാകരൻ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നമുക്ക് അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാ മാധ്യമപ്രവർത്തകരും ശ്രമിക്കുന്നുണ്ട്. ജി സുധാകരൻ ഇനി എന്താണ് പറയുക? പാർട്ടിക്കെതിരെ അങ്ങനെ തുറന്നടിച്ചിട്ടല്ല കേട്ടോ ജി സുധാകരൻ പോയത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ചില നേതാക്കളെ പ്രത്യേകിച്ച് ഉന്നമിട്ടു. ഇളമരം കരീം, സജി ചെറിയാൻ കുന്തവും കൊടച്ചക്കറും. ഇളമരം കരീമിന്റെ കാര്യത്തിലാണെങ്കിൽ കരീമിക്ക പോസ്റ്റർ, അങ്ങനെ പിന്നെ അന്വേഷണ റിപ്പോർട്ട്. ഇതൊക്കെയാണ് ഇന്നലെ ജി സുധാകരൻ